ദ്വിദിന അമേരിക്കൻ സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചത് മികച്ച നേതാവെന്നാണ്. 7 കാര്യങ്ങളാണ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രിയെക്കുറിച്ച് വിശേഷിപ്പിച്ചത്. അവ ഇങ്ങനെയാണ്: ഇന്ത്യക്കായി വലിയ കാര്യങ്ങളാണ് മോദി ചെയ്യുന്നത്. എല്ലാവരും മോദിയെക്കുറിച്ച് പറയുന്നു. മികച്ച കാര്യങ്ങളാണ് മോദി ചെയ്തിരിക്കുന്നത്. മികച്ച നേതാവാണ്. നിങ്ങളെ ഒരുപാട് മിസ് ചെയ്തു. ഓവർ ജേണി ടുഗദർ എന്ന ബുക്ക് പ്രധാനമന്ത്രിക്ക് നൽകിയ ശേഷം നിങ്ങൾ മഹാനാണ് എന്നാണ് ട്രംപ് മോദിയെ വിശേഷിപ്പിച്ചത്. എന്റെ സുഹൃത്ത് മോദിയെ സ്വീകരിക്കാൻ ആവേശഭരിതനാണ്. അദ്ദേഹം ഒരു സ്പെഷ്യൽ വ്യക്തിയാണ്. ഏറെക്കാലമായി തന്റെ അടുത്താണ് മോദി. തന്നെക്കാൾ മികച്ച മധ്യസ്ഥനാണ് മോദിയെന്നും ഒരു മത്സരത്തിന് പോലും താനും ഒരുങ്ങുന്നില്ല എന്നുമാണ് ട്രംപ് മോദിയെ കുറിച്ച് പറഞ്ഞ ആ 7 കാര്യങ്ങൾ. അമേരിക്കയും ഇന്ത്യയും തമ്മിൽ മികച്ച വ്യാപാര ബന്ധവും കരാറുകളും പ്രതീക്ഷിക്കുന്നുവെന്നാണ് വൈറ്റ് ഹൗസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപ് പ്രതികരിച്ചത്. അടുത്ത സുഹൃത്താണ് മോദിയെന്നും കഴിഞ്ഞ 4 വർഷം സൗഹൃദ ബന്ധം നിലനിർത്തിയിരുന്നുവെന്നും ട്രംപ് വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളുടെയും പുരോഗതിക്കും അഭിവൃദ്ധിക്കും വേണ്ടി ഒരുമിച്ച് മുന്നേറുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യ അമേരിക്ക ബന്ധം ശക്തിപ്പെടുത്തുമെന്നും ട്രംപിന്റെ 2ാം ഊഴത്തിൽ ഇരട്ടി വേഗതയിൽ ഇന്ത്യയും അമേരിക്കയും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും പ്രധാനമന്ത്രി പറയുന്നുണ്ട്. മുംബൈ ഭീകരാക്രമണ സൂത്രധാരൻ തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറുന്നുവെന്നും ട്രംപ് പറഞ്ഞു. ഭീകരാക്രമണ കേസ് പ്രതിയെ കൈമാറാനുള്ള അമേരിക്കയുടെ നിലപാടിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. റാണയെ കൈമാറുന്നത് സ്ഥിരീകരിച്ച ട്രംപിന് നന്ദി അറിയിച്ചു. മുംബൈ ഭീകരാക്രമണ കേസിലെ കുറ്റവാളിയെ ഇന്ത്യയിൽ ചോദ്യം ചെയ്യുന്നതിനും വിചാരണ ചെയ്യുന്നതിനുമായുള്ള നടപടികൾ വേഗത്തിലാക്കിയതിന് പ്രസിഡന്റ് ട്രംപിന് നന്ദി എന്നാണ് മോദി പറഞ്ഞത്. തന്നെ ഇന്ത്യക്ക് കൈമാറുന്നതിനെതിരെ തഹാവൂർ റാണ സമർപ്പിച്ച ഹർജി നേരത്തെ US സുപ്രീം കോടതി തള്ളിയിരുന്നു. തഹാവൂർ റാണയെ വിട്ടുകിട്ടാനായി ഇന്ത്യ അന്തർദേശീയ തലത്തിൽ ഏറെക്കാലമായി സമ്മർദ്ദം ചെലുത്തുന്നുണ്ടായിരുന്നു. പാകിസ്ഥാൻ വംശജനായ വ്യവസായിയാണ് തഹാവൂർ റാണ. 2008 നവംബർ 26-ന് 166 പേരുടെ മരണത്തിനിടയാക്കിയ മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ സൂത്രധാരനെ ഇനി ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്യും. ഇന്ത്യയിൽ വിചാരണയും നടത്തും. പാകിസ്ഥാനിലെ തീവ്രവാദ ഗ്രൂപ്പുകളുമായും അവരുടെ നേതാക്കളുമായും റാണ ബന്ധപ്പെട്ടിരുന്നുവെന്നും ഗൂഢാലോചന നടത്തിയവരിൽ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും ഉൾപ്പെടുന്നുവെന്നുമാണ് കണ്ടെത്തൽ. ഹെഡ്ലി നേരത്തെ കുറ്റം സമ്മതിച്ചിരുന്നു. 64-കാരനായ തഹാവൂർ റാണ നിലവിൽ ലോസ് ആഞ്ചൽസിലെ മെട്രോപൊളിറ്റൻ ജയിലിൽ തടവിൽ കഴിയുകയാണ്. അതേസമയം അനധികൃതമായി US-ൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാരെ സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തു പറഞ്ഞു. മനുഷ്യക്കടത്ത് അവസാനിപ്പിക്കാൻ ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട്. ഒരു രാജ്യത്ത് അനധികൃതമായി പ്രവേശിക്കുന്ന ആർക്കും അവിടെ ജീവിക്കാൻ അവകാശമില്ലെന്നും അത് ലോകത്തിനു മുഴുവൻ ബാധകമാണെന്നും നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു. അതേസമയം ഇന്ത്യ US ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ച് പുതിയ സമവാക്യവുമായി നരേന്ദ്രമോദി എത്തിയതും ശ്രദ്ധേയമായി. US സന്ദർശനത്തിനിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിനിടയിലാണ് മോദി സമവാക്യം അവതരിപ്പിച്ചത്. മാഗ പ്ലസ് മിഗ ഈക്വൽ ടു മെഗ എന്നായിരുന്നു ആ സൂത്രവാക്യം. ഡൊണാൾഡ് ട്രംപിന്റെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗെയിൻ മാഗ, മേക്ക് ഇന്ത്യ ഗ്രേറ്റ് എഗെയിൻ മിഗ എന്നിവ ചേർന്നാൽ മെഗ കൂട്ടുകെട്ടാകുമെന്നാണ് മോദി പറഞ്ഞത്. US-ഉം ഇന്ത്യയും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ മെഗ പങ്കാളിത്തമായി മാറുമെന്നും മോദി വ്യക്തമാക്കി. 2030 ആകുമ്പോഴേക്കും ഇന്ത്യയും US-ഉം തമ്മിൽ $500 ബില്യൺ ഉഭയകക്ഷി വ്യാപാരം ലക്ഷ്യമിടുന്നതായി മോദിയും ട്രംപും വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. പ്രസിഡന്റ് ട്രംപുമായി യോജിച്ചു പ്രവർത്തിച്ച് ഇന്ത്യ അമേരിക്ക ബന്ധം ശക്തിപ്പെടുത്തുമെന്ന് മോദി പറഞ്ഞു. ഇന്ത്യ അമേരിക്കയിൽ നിന്ന് എണ്ണ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, വാതകം എന്നിവ വളരെ കൂടുതൽ വാങ്ങാൻ പോകുകയാണെന്ന് പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കി. അമേരിക്കയും ഇന്ത്യയും തമ്മിൽ മികച്ച വ്യാപാര ബന്ധവും കരാറുകളും പ്രതീക്ഷിക്കുന്നുവെന്നും ട്രംപ് പറഞ്ഞു. പ്രസിഡന്റ് ട്രംപിന്റെ 2ാമത്തേത് ഇരട്ടി വേഗതയാൽ ഇന്ത്യയും അമേരിക്കയും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. വ്യാപാര ബന്ധത്തിൽ ഇന്ത്യയോട് കടുപ്പിച്ചാൽ ഒരുമിച്ച് എങ്ങനെ ചൈനയെ നേരിടുമെന്ന് ട്രംപ് ചോദിച്ചു. ഇന്ത്യയും അമേരിക്കയും ഒരുമിച്ചാൽ 1 ഉം 1 ഉം 2 അല്ല 11 ആണെന്നായിരുന്നു മോദിയുടെ മറുപടി.